ഏകദേശം ഒരു കൊല്ലം 1 മാസവും മുമ്പാണ് ഈ റെസ്റ്റോറൻറ്റ് തുടങ്ങിയത്. അതിന് ശേഷമാണ് ഈ പ്രശ്നം മുഴുവൻ. എൻ്റെ തെറ്റാണ്. ഞാൻ ഒരിക്കലും അങ്ങനത്തെ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ പാടില്ലായിരുന്നു. ഞാനത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു. എൻ്റെ അബ്സല്യൂട്ട്ലി മൈ ഫോൾട്ട്. എൻ്റെ മാത്രം തെറ്റാണ്. ഇങ്ങനെയൊന്നും ചെയ്യാനേ പാടില്ലായിരുന്നു. ഹംഗ്രി മൃണാൾ സ്വന്തമായി വരുത്തി വെച്ച ഒരു വിന. ഓക്കെ, ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങി 8 നിലയെ പൊട്ടി. എന്തൊക്കെയോ വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞ് ആശാൻ കൊണ്ടുവന്ന ഒരു സംരംഭമായിരുന്നു. ഓക്കെ, ഇയാളുടെ നാക്ക് തന്നെയാണ് ഇയാൾക്ക് പ്രശ്നമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇയാൾ പിടിക്കുന്ന മുയലിന് മാത്രം 4 കൊമ്പ്. ഇയാളൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങി, അതാണ് കേരളത്തിലെ അല്ല ഇന്ത്യയിലെ അല്ല ഏറ്റവും വലിയ ഏറ്റവും കിടിലൻ റെസ്റ്റോറൻറ്റ്. ബാക്കിയുള്ളവർ തുടങ്ങുന്നൊന്നും വലിയ സംഭവമല്ല സുഹൃത്തുക്കളെ. എന്തായാലും ആശാന്റെ ഒരു ഐ വാസ് റോങ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ വന്നിട്ടുണ്ട്. വീഡിയോ കണ്ടു നോക്കാം. നമസ്കാരം. ഞങ്ങൾ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ട് ഇപ്പോൾ 1 വർഷവും 1 മാസവും ആവുന്നു. 1 മാസം കഴിഞ്ഞു. അപ്പോൾ ഒരുപാട് പേർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ റെസ്റ്റോറൻറ്റ് തുടങ്ങിയതിന് ശേഷം. അതിന് മുമ്പ് അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് എന്നെപ്പറ്റി ആരെങ്കിലും പറഞ്ഞു കേട്ടതായിട്ടോ ഒന്നും എനിക്കങ്ങനെ കാര്യമായിട്ട് അറിയില്ല. ഈ റെസ്റ്റോറൻറ്റ് തുടങ്ങിയതിന് ശേഷം വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് പറ്റിയ മണ്ടത്തരം എന്താണെന്ന് എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ അത് ഞങ്ങളിങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടപ്പെട്ടവർ കുറേ പേരുണ്ടല്ലോ. എൻ്റെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾ. അപ്പോൾ ശരിയാണ്, വലിയ മണ്ടത്തരങ്ങളാണ് ഞാൻ ചെയ്തത്. ആ, ഒരു സാധാരണ കുടുംബത്തിൻ്റെ പല വർഷങ്ങളുടെ 10ഓ 20ഓ വർഷത്തിൻ്റെ വരുമാനം ചിലവാക്കിയിട്ടാണ് ഞങ്ങൾ ജസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് മാത്രം ഉണ്ടാക്കിയത്. ഫ്രഷ് വാട്ടറും വേസ്റ്റ് വാട്ടറും. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ സർട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചിലവാക്കിയത് അത്രയധികം പൈസയാണ്. ഇതൊക്കെ എനിക്ക് പറ്റിയ തെറ്റാണ്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഏഹ്, എടപ്പള്ളി പോലത്തെ ഒരു സ്ഥലത്ത് അത്രയധികം പൈസ ചിലവാക്കി അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കി, ഓപ്പൺ കിച്ചൺ ഉണ്ടാക്കിയത്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. അടച്ചിടണമായിരുന്നു കിച്ചൺ. ഒരിക്കലും അത് തുറന്നിടാൻ പാടില്ലായിരുന്നു. അവിടെ നടക്കുന്നത് എന്താണെന്ന് പുറത്ത് കാണാൻ പാടില്ലായിരുന്നു. നല്ല ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കാൻ ശ്രമിച്ചത്, ക്വാളിറ്റിയുള്ള ഭക്ഷണം വിലക്കുറവിൽ കൊടുക്കാൻ ശ്രമിച്ചത്, ഇതൊക്കെ ഭയങ്കര തെറ്റായിപ്പോയി. ഞാനത് ശരിക്കും റിയലൈസ് ചെയ്യുന്നു. മേ ബി ഇപ്പം ഞാൻ ഹംഗ്രി മൃണാളിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റർ ഞാനാണ്. അത് കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ ഇൻവെസ്റ്ററോട് ഞാൻ കുറച്ച് നേരത്തെ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അയാൾ എന്നോട് പറയാ, "മൃണാളെ നീ മണ്ടനാടാ." അപ്പോൾ ഞാൻ പറഞ്ഞു, "അപ്പോൾ താനിത് കണ്ടുകൊണ്ട് നിന്ന ആളല്ലേ?" അപ്പോൾ അയാൾ പറഞ്ഞു, "ശരിയാ, ഞാനും മണ്ടനാ. നീ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചു. ശരിയല്ലേ? എന്തിനാ ഇത് ചെയ്തേ? എന്തിനാ ഇത്രയധികം ലക്ഷം രൂപ ചിലവാക്കിയിട്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ എൻഒസി മേടിച്ചേ റെസ്റ്റോറൻറ്റിന്? ആരാ മേടിക്കുന്നുള്ളത്?" അത് ചെയ്ത് തെറ്റായിപ്പോയി. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഒരു ഗ്രീസ് ട്രാപ്പ് പോലും വെക്കാത്ത അതൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഒന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. അങ്ങനെ ചെയ്യാതെ ഞാനൊരു സാധാരണ രീതിയിലുള്ള ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിരുന്നെങ്കിൽ, കിട്ടുന്നത് എന്താന്ന് വെച്ചാൽ ഏറ്റവും വില കുറഞ്ഞ് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ കലക്കി ഒരു സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന അതേ വിലക്ക് കസ്റ്റമേഴ്സിന് കൊടുത്തിരുന്നെങ്കിൽ ആർക്കും എന്നെപ്പറ്റി ഒരു പരാതി ഉണ്ടാവില്ലായിരുന്നു. ഉണ്ടാവുമായിരുന്നോ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എന്താ ഈ റെസ്റ്റോറൻറ്റിനെ പറ്റിയിട്ടുള്ള പരാതികൾ നിങ്ങൾ നോക്കൂ. ആ പരാതികളെല്ലാം ക്വാളിറ്റിയുള്ള നല്ല ഭക്ഷണം ന്യായവിലക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നു. അതിനെ ബേസ് ചെയ്തിട്ടല്ലേ റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നതിന് മുമ്പേ എന്നെ ആരും ഇങ്ങനെ വേട്ടയാടിയതായിട്ടോ അല്ലെങ്കിൽ ഒന്നും എനിക്കറിയില്ല. എനിക്കറിയേയില്ല. ഞങ്ങളിപ്പോൾ 39 രൂപയ്ക്ക് ചോറ് കൊടുക്കുന്നു. ചോറും സാമ്പാറോ ഒഴിച്ചുകറി എന്താന്ന് വെച്ചാൽ അത്, കൂട്ട്, തോരൻ, അച്ചാറ്, പപ്പടം എല്ലാം അൺലിമിറ്റഡ് ആയിട്ട്, ഐ മീൻ ചോറും കറികളും എല്ലാം അൺലിമിറ്റഡ് ആയിട്ടുള്ള മീൽസ് 39 രൂപയ്ക്ക് കൊടുക്കുന്നു. അപ്പം ഞാൻ ഇത്രേ ആലോചിച്ചുള്ളൂ. മൃണാൾ സാറേ, നമ്മുടെ നാട്ടിൽ കുറേ വീട്ടിലൂണ് കടകളുണ്ട്, കുറേ അമ്മമാർ നടത്തുന്ന കടകൾ. നിങ്ങൾ പറയുന്നല്ലോ ചോറ് 35 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്, അൺലിമിറ്റഡ് കറിയും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ടെന്ന്. ഈ വീട്ടിലൂണെന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. താങ്കൾക്കത് അറിയാവുന്ന അറിയില്ല. അത് പാവങ്ങളുടെ ഒരു ചെറിയ സംരംഭമാണ്.
ഓക്കെ. അവിടെയും ഒരു 100 രൂപ താഴെ 80 രൂപയ്ക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മീൻ വറുത്തത് ഉൾപ്പെടെ വീട്ടിൽ അമ്മമാരുണ്ടാക്കുന്ന നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം കിട്ടും. താങ്കൾ പറയുന്നുണ്ടല്ലോ ക്വാളിറ്റി ഉള്ളത് കൊടുത്തു, ക്വാളിറ്റി ഉള്ളത് കൊടുത്തു എന്ന്. ക്വാളിറ്റി കാണുമായിരിക്കാം. ആദ്യം തുടങ്ങിയ നാളുകളിലൊക്കെ കുറച്ച് ക്വാളിറ്റി ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ പിന്നെ പിന്നെ താങ്കളുടെ ഫുഡിന് ക്വാളിറ്റി കുറഞ്ഞു. അത് ഒരുപാട് ഫുഡ് ബ്ലോഗേഴ്സ് ഉൾപ്പെടെ അവിടെ വന്ന് നിന്ന് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സർവീസ് അടക്കം മോശമാണ് മൃണാളെ. സോ തെറ്റിനെ തെറ്റെന്ന് അംഗീകരിക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും താങ്കൾക്ക് വിനയാകുന്നത് താങ്കളുടെ ഈ നാക്ക് തന്നെയാണ്. ഓക്കെ, അതൊന്നും മനസ്സിലാക്കിയാൽ കൊള്ളാം. ബാക്കിയാണ്. പൈസയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാലമാണ്. അതിവിടെ കാനഡയിലായാലും അതെ, നാട്ടിലായാലും അതെ. ഈ വെള്ളപ്പൊക്കവും ഒക്കെ അതിൻ്റെ മോളിൽ കൂടിയിട്ടാണ്. അതായത് ഗതികെട്ടവൻ മൊട്ടയടിച്ചപ്പോൾ കല്ലുമഴ എന്ന് പറയുന്ന പോലെയാണ് ഇതൊക്കെ വരുന്നത്. നാട്ടുകാർ അവർ പൈസ ഇല്ലാതെ ഞാനടക്കം നിങ്ങളടക്കം ബുദ്ധിമുട്ടുന്നൊരു കാലഘട്ടമാണ്. ആ 39 രൂപയ്ക്ക് ചോറ് കൊടുക്കുന്നതിനെതിരെയുള്ള പ്രചരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിയാണ്, തെറ്റാണ്, ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. എ സി റെസ്റ്റോറൻറ്റിൽ അതായത് ഒരാൾ പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത്. നാട്ടിലെ ചെറിയ ഊണ് കടകളിൽ പോലും 80 രൂപ, 90 രൂപ, 70 രൂപയൊക്കെയാണ് ഊണിന് കൊച്ചിയിൽ. ഇനി ഇവനാരാ 39 കൊടുക്കുക? ഇവനെന്തിനാ ഇവൻ എന്തൊക്കെയോ തെറിയാണ് പിന്നെ ബാക്കി. ശരിയാണ്, ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പാടില്ല, തെറ്റാണ്. ആബ്സല്യൂട്ട്ലി മൈ ഫോൾട്ട്. ഞാനതൊന്നും ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലായിരുന്നു. ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലായിരുന്നു. ആൻഡ് ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഒരുപാട് പേര് ഭക്ഷണം കഴിച്ച് പറയുന്ന പൈസയും തന്ന് സുഖമായിട്ട് പോയേനെ. അങ്ങനെയല്ലേ നാട്ടിൽ സാധാരണ നടക്കുന്നത് എന്നാണ് എന്നോട് എല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ടവർ ചോദിക്കുന്നത്. ശരിയല്ലേ? അതല്ലേ നടക്കുന്നത്? ഞാൻ എന്തിനാണ് ഇതിനെ ഇങ്ങനെ ആ, ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിന് അവിടെ 50 ലക്ഷം ചിലവാക്കുക, എന്നിട്ട് അതിന് വെള്ളം ഉണ്ടാക്കുക, വേസ്റ്റ് വാട്ടർ ട്രീറ്റ് ചെയ്യുക, മറ്റേ ഏഹ്, അത് ചെയ്യുക, ഇത് ചെയ്യുക, ഓപ്പൺ കിച്ചൺ ഉണ്ടാക്കുക, എന്നിട്ട് സ്റ്റാഫിന് താമസിക്കാൻ വേണ്ടിയിട്ട് അത്രയും നല്ല വീട് വാടകയ്ക്ക് എടുക്കുക. എന്തിന്? എന്തിന്? ഭയങ്കര മണ്ടത്തരങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അതെ. ഇപ്പൊ ഈ അവസാനം ചെയ്ത് അതായത് ഒരു 4 ദിവസം മുമ്പാണ് നമ്മളത് ചെയ്ത് തുടങ്ങിയത്. 4, 5 ദിവസം മുമ്പ് 39 രൂപയ്ക്ക് ചോറ്. ആ അതിന് ശേഷം ഉള്ള പ്രചരണങ്ങളെ പറ്റി നിങ്ങൾ കേട്ട് കഴിഞ്ഞാണ്ടല്ലോ. ഐ മീൻ നിങ്ങൾ കൊച്ചിയിലാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. അതുപോലെ ഓണസദ്യ 189 രൂപയ്ക്ക് ആണ് ഞങ്ങൾ ബുക്കിംഗ് എടുത്ത് തുടങ്ങിയത്. ഓ! എൻ്റെ അമ്മോ! അതിനെക്കുറിച്ചൊക്കെ ഉള്ള പ്രശ്നങ്ങൾ പലരുടെയും കേട്ടാല് ചെയ്യാൻ പാടില്ല. ചെയ്യാൻ പാടില്ല. ഇതൊന്നും ചെയ്യാൻ പാടില്ല. ഇത് ഭയങ്കര മണ്ടത്തരവും ഭയങ്കര ഭയങ്കര മീൻ തെറ്റ്, ഭീകര തെറ്റാണ് ചെയ്തത്. ഭീകര തെറ്റാണ് ചെയ്തത്. എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ചെയ്യാൻ പാടില്ലാന്ന്. എം, എൻ്റെ വളരെ കൂടെ നന്നായിട്ട് അങ്ങനെ ഉള്ള ആളുകൾ അവർ പല എക്സാമ്പിൾസും എനിക്ക് അയച്ചു തരുന്നുണ്ട്. ദേ ആ റെസ്റ്റോറൻറ്റ് കണ്ടോ, അല്ലെങ്കിൽ ഈ കട കണ്ടോ, അത് കണ്ടോ, ഇത് കണ്ടോ, ഇത് ഇങ്ങനെയൊക്കെയല്ലേ വേണ്ടത്, നീ എന്തിനാണ് ഈ മറ്റേ ഇത്രയധികം പണം ചെലവാക്കി അങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്യുന്നത്. വലിയ തെറ്റായി ഇത്. വലിയ തെറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതും. ഉഫ്, എൻ്റെ അമ്മോ! ചിന്തിച്ചു നോക്കിയാ ശരിയല്ലേ? കോടിക്കണക്കിന് രൂപ ലാഭിക്കായിരുന്നു. ഞങ്ങടെ ഓപ്പൺ കിച്ചൺ ഗ്ലാസ് ഇട്ടതുകൊണ്ട് മാത്രം ഞങ്ങടെ ഇലക്ട്രിസിറ്റി ബില്ല് 20, 30% കൂടുതലാണ്. കഴിഞ്ഞ മാസം കൊടുത്ത ഇലക്ട്രിസിറ്റി ബില്ല് 2,40,000 ചില്ലറ എന്തുവാ 2,50,000 രൂപ എങ്ങാനുമാണ്. ഒറ്റ റെസ്റ്റോറന്റില്. എന്തിന്? അവിടെ കട്ട വെച്ച് ചുമര് കെട്ടിയിട്ട് പെയിന്റ് അടിച്ചാ പോരെ? ഈ ഗ്ലാസ് ഇടുന്ന പൈസയും ആവൂല. എല്ലാം നിങ്ങൾ പറഞ്ഞോ താങ്കളോട് മറ്റേ ഓപ്പൺ കിച്ചൺ ഉണ്ടാക്കി വെക്കാൻ? ഗ്ലാസ് വെച്ചിട്ട് ചെയ്യാൻ പറഞ്ഞു. 2,50,000 കറണ്ട് ബില്ല് വരും എന്നുള്ള ചിന്തയൊക്കെ താങ്കൾക്ക് ഉണ്ടായിരുന്നിരിക്കുമല്ലോ. താങ്കളൊരു ബിസിനസ്സുകാരനാണല്ലോ. ഈ
കേറുന്ന ഹോട്ടലിൽ കഴിക്കാൻ കയറുന്ന ആളുകൾ താങ്കളോട് പറഞ്ഞു, എൻ്റെ മൃണാൾ സാറേ, സാർ ഓപ്പൺ കിച്ചൺ ഉണ്ടാക്കണം, സാർ അവിടെ ഉണ്ടാക്കുന്ന ഫുഡ് കണ്ടുകൊണ്ട് കഴിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് ഇറങ്ങൂ, അത് കണ്ടുകൊണ്ട് കഴിച്ചാലേ ഞങ്ങൾക്ക് തൃപ്തി കിട്ടൂ എന്ന് ഈ കഴിക്കാൻ കയറുന്ന കസ്റ്റമേഴ്സ് താങ്കളോട് പറഞ്ഞു. ഇതൊക്കെ താങ്കളുടെ ഓരോ ബിസിനസ് തന്ത്രങ്ങളാണല്ലോ, ആളുകളെ കയറ്റാൻ വേണ്ടിയിട്ടുള്ള ഓരോ തന്ത്രങ്ങൾ. നാട് നീളെ നടന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്, പല പല റെസ്റ്റോറൻറ്റുകളിൽ പോകുന്നുണ്ട്, അവിടുത്തെ രീതികളും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കി വെച്ചിട്ടാണല്ലോ താങ്കൾ ഈ ഹംഗ്രി മൃണാൾ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് തന്നെ തുടങ്ങിയത്. ഈ നമുക്ക് ഈ കസ്റ്റമേഴ്സിന് വിമർശിക്കാനുള്ള അവകാശം ഉണ്ട് മിസ്റ്റർ മൃണാൾ, അത് നമുക്കുണ്ട്. അത് താങ്കളൊന്ന് മനസ്സിലായോ? അല്ലാതെ താങ്കളുടെയൊക്കെ ഒരു വിചാരമുണ്ട്, ഈ നാട്ടിൽ ഏറ്റവും വലിയ റെസ്റ്റോറൻറ്റ് താങ്കളുടെയാണ്, ഏറ്റവും അടിപൊളി സർവീസ്, ഏറ്റവും റേറ്റ് കുറവിൽ നല്ല ക്വാളിറ്റി ഫുഡ് കൊടുക്കുന്ന റെസ്റ്റോറൻ്റ് ഒക്കെ താങ്കളുടെ ആണെന്നുള്ളൊരു ഒരു അഹങ്കാരം താങ്കൾക്കുണ്ട്. അത് ആദ്യം മാറ്റി വെച്ച് കഴിഞ്ഞാൽ താങ്കൾ ലൈഫിൽ രക്ഷപ്പെടും. അത് 100% ഉറപ്പ്. ലൈഫിൽ ആ ഒരു അഹങ്കാരം, താങ്കളുടെ തലയ്ക്ക് പിടിച്ചിരിക്കുന്ന ആ ഒരു അഹങ്കാരം മാറ്റി വെച്ച് കഴിഞ്ഞാൽ താങ്കൾ ലൈഫിൽ രക്ഷപ്പെടും. അത് ഉറപ്പാണ്. ഇവിടെ നല്ല ക്വാളിറ്റി ഫുഡ് കിട്ടുന്ന ഒരുപാട് കുഞ്ഞു കുഞ്ഞു കടകൾ വരുന്നുണ്ട് മൃണാളെ. കുഞ്ഞു കുഞ്ഞു കടകൾ വരുന്നുണ്ട്. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. അതൊക്കെ പോയൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്ക്. ഓക്കെ. എന്നിട്ട് ഈ ലക്ഷങ്ങൾ ചെലവാക്കിയതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കും. ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ടല്ല താങ്കൾ ചെയ്തത്. താങ്കൾക്ക് ബിസിനസ് നടത്തി താങ്കൾക്ക് ലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടികൾ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് താങ്കൾ ചെയ്ത ഓരോ കാര്യങ്ങളാണ്. അത് ഫ്ലോപ്പായി പോയത് ഞങ്ങളുടെ കയ്യിൽ കുഴപ്പമില്ല. താങ്കളുടെ കയ്യിൽ തന്നെ പരാജയമാണ്. താങ്കളുടെ പരാജയമാണ്. ഓക്കെ. അത് അക്സെപ്റ്റ് ചെയ്താൽ തീരാവുന്ന പ്രശ്നം ഇപ്പം താങ്കൾക്കുള്ളൂ. ബാക്കിയാണ്. മാസാമാസം ഇങ്ങനെ ഇത്രയധികം ഇലക്ട്രിസിറ്റി ബില്ലും കൊടുക്കണ്ട. ആരാ ചോദിക്കുക? ഈ കിച്ചണകത്ത് എന്താ നടക്കുന്നതെന്ന് ആരാ ചോദിക്കുക? ആരെങ്കിലും ചോദിക്കുമോ? ഞാനെന്തിനാ ഈ മറ്റേ ഗ്ലാസ് ഇട്ട് അവിടെ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന മുഴുവൻ ആൾക്കാരെല്ലാം കാണണമെന്ന് ഞാനെന്തിനാ വാശി പിടിക്കുന്നത്? എന്തിനും എന്നെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് ചിരിയും വരുന്നുണ്ട്, കരച്ചിലും വരുന്നുണ്ട് എന്ന് പറയുന്ന അവസ്ഥയാണ്. സോ ഈ വക പരിപാടിയൊന്നും ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലായിരുന്നു. വല്ലാത്ത അബദ്ധമാണ് ചെയ്തത്. ആളുകൾ ആയിരക്കണക്കിന് പേരൊക്കെയാണ് കൂട്ടം കൂടി ഇതിനെപ്പറ്റി കുറ്റം പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്നത്. അത് ഞാൻ ഈ റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഈ പ്രശ്നമൊന്നും ആർക്കും ഇല്ലായിരുന്നു. ഇല്ലല്ലേ? ശരിയല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോന്നെങ്കിലും അതിന് മുമ്പ്? ഏകദേശം 1 കൊല്ലം 1 മാസവും മുമ്പാണ് ഈ റെസ്റ്റോറൻറ്റ് തുടങ്ങിയത്. അതിന് ശേഷമാണ് ഈ പ്രശ്നം മുഴുവൻ. എൻ്റെ തെറ്റാണ്. ഞാനൊരിക്കലും അങ്ങനത്തെ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ പാടില്ലായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു. എൻ്റെ അബ്സല്യൂട്ട്ലി മൈ ഫോൾട്ട്. എൻ്റെ മാത്രം തെറ്റാണ്. ഇങ്ങനെയൊന്നും ചെയ്യാനേ പാടില്ലായിരുന്നു. എനിക്ക് തന്നെ അറിയാവുന്ന എന്തൊക്കെ വഴികളുണ്ടെന്നറിയോ? ഭക്ഷണം എന്തെങ്കിലുമൊക്കെ എവിടുന്നെങ്കിലൊക്കെ വാങ്ങിച്ചിട്ട് കലക്കി നാട്ടുകാർക്ക് കൊടുത്തിട്ട് പൈസ മേടിച്ച് പെട്ടിയിലിടാൻ പറ്റുന്ന എന്തൊക്കെ വഴികൾ ഞാൻ തന്നെ നേരിട്ട് പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുള്ള എന്തൊക്കെ വഴികളുണ്ട്. അതും ചെയ്ത് ആ പൈസ എടുത്ത് സമാധാനമായിട്ട് ഞാനായാലും ഇൻവെസ്റ്റ് ചെയ്തവരായാലും എല്ലാവർക്കും സുഖമായിട്ടിരിക്കുകയായിരുന്നു. ചെയ്യാൻ പാടില്ലായിരുന്നു. സത്യത്തിൽ എനിക്ക് ഇതറിയേയില്ലായിരുന്നു കേട്ടോ. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ഒരുപാട് പേരെ വെറുപ്പിക്കും എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. സത്യമായിട്ടും എനിക്കറിയില്ലായിരുന്നു. അവർ വെറുതെ ഇരിക്കില്ല. അവർ അത് നോക്കിക്കൊണ്ട് നിൽക്കില്ല. അതിനെതിരെ എല്ലാ റിസോഴ്സസ് ഉപയോഗിച്ചിട്ട് ആഞ്ഞടിക്കും എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ഇന്നിപ്പോൾ ഞാൻ കുറച്ച് നേരത്തെയാണ് ആ ഫോൺ വെച്ചത്. അയാൾ എന്നോട് ചോദിച്ചത് ശരിയല്ലേ? ഹംഗ്രി മൃണാളിൻ്റെ പകുതിയിൽ കൂടുതൽ ഓൺ ചെയ്യുന്നത് ഞാനും അയാളും മാത്രമാണ്. ഞാനും അയാളും കൂടിയിട്ടാണ്. ബാക്കി പകുതിയാണ് വേറെ ഞങ്ങളുടെ അങ്ങനെയുള്ള ഇത് തുടങ്ങിയ സമയത്ത് ഞങ്ങളെ അന്വേഷിച്ച് വന്ന് ബാക്കിയുള്ളവർ ഓൺ ചെയ്യുന്നത്.
എല്ലാവരോടും ഞാൻ ചെയ്ത തെറ്റാണ്. ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. ചെയ്യാൻ പാടില്ലായിരുന്നു. എന്തിനാ അത്രയധികം പൈസ വേസ്റ്റാക്കിയെ? എന്തിനാ ഇപ്പോഴും പൈസ വേസ്റ്റായിക്കൊണ്ടിരിക്കുന്നത്? വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക. എന്തിന്? ചെയ്യാൻ പാടില്ല. അയ്യോ! ഇതൊന്നും ചെയ്യാനേ പാടില്ല. ചുറ്റുമുള്ള കുട്ടികൾക്ക് 4 നേരത്തെ ഭക്ഷണം 5000 രൂപ പോലും വാങ്ങിക്കാതെ കൊടുക്കുക. ചായ കുടിക്കേണ്ട ആളുകൾക്ക് ടീ ക്ലബ് ഉണ്ടാക്കിയിട്ട് 3ഉം 2 ചില്ലറ ഉറുപ്പികയ്ക്ക് ചായ കൊടുക്കുക. അതൊന്നും ചെയ്യാൻ പാടില്ല. ഞങ്ങളിപ്പോൾ ഒരു 1, 2 മാസമായിട്ട് ഗ്ലാസ് ജാറുകളിലാണ് ഡെലിവറിയും ടേക്ക് അവേയും ഫുഡ് പാക്ക് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് വലിയൊരു ഗ്ലാസ് ജാറിന് 40 ചില്ലറ രൂപ വിലയുണ്ട്. അതിൻ്റെ GST അതിൻ്റെ മുകളിൽ അത് GST 18% എങ്ങാനുമാണ് ഗ്ലാസ് ജാറിന്. സോ മേ ബി 50 രൂപയുടെ മേലെ വരുമായിരിക്കും. ഏറ്റവും ചെറിയ ഗ്ലാസ് ജാറിന് പോലും 15 20 രൂപ വിലയുണ്ട്. ഈക്കോ ഫ്രണ്ട്ലി ആക്കാൻ നടക്കുക. ഏ ഏ മറ്റേ ഐ മീൻ എന്തൊരു പൊട്ടനല്ലേ? ഈ ഗ്ലാസ് ജാറിൽ പാക്ക് ചെയ്യുന്നതിനെതിരെ എന്താ ആൾക്കാർ ഈ പറയുന്ന ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർ പറഞ്ഞു? അവരെന്തിനാ പറയുന്നത് എനിക്കറിയാം. പക്ഷെ അവർ പറയുന്നത് കേൾക്കുന്ന ഒരു സാധാരണ മനുഷ്യന് ഇതൊന്നും അറിയില്ലല്ലോ. അവരുടെ ഉദ്ദേശം എന്താണ്? അവരുടെ അജണ്ട എന്താണെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ആരാണിത് പറയിക്കുന്നത്? ആരാണിത് ഫണ്ട് ചെയ്യുന്നത്? ഐ നോ. നമ്മളും ജീവിക്കുന്ന നാട്ടിൽ നിലത്ത് നടന്നിട്ട് തന്നെയാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അച്ചാറ് കുപ്പിയിൽ ചിക്കനും അതും ഇതും പാക്ക് ചെയ്യുന്നു എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈക്കോ ഫ്രണ്ട്ലി ആക്കാൻ നടന്നതാ. ഏത് മറ്റേ 3ഉം 4ഉം ഉറുപ്പിക കൊടുത്ത മറ്റേ പ്ലാസ്റ്റിക്കിന്റെ പാക്കിംഗ് മെറ്റീരിയൽ കിട്ടും. അത് ഉപയോഗിച്ച് ഭക്ഷണം പാക്ക് ചെയ്തിട്ട് നാട്ടുകാർക്ക് കൊടുത്താൽ അത് അത് വല്ല രോഗങ്ങൾ ഉണ്ടാക്കുമെന്നും പറഞ്ഞിട്ട് മറ്റേ അതിന്റെ 10ഉം 20ഉം ഇരട്ടി വിലയുള്ള ഗ്ലാസ് ജാർ ഉണ്ടാക്കിയിട്ട് പാക്ക് ചെയ്യാൻ നടക്കുക. മണ്ടൻ, മരമണ്ടൻ. അതിന്റെ കൂടെ നിൽക്കാൻ കുറേ ജോലിക്കാരും, ഐ മീൻ ജോലിക്കാരെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ. അവരും അതിന്റെ കൂടെ എന്നാ വാ നമുക്ക് നല്ല സാധനം അങ്ങനെ ആയി കൊടുക്കുക. എനിക്കിത് പിടികിട്ടുന്നേ ഇല്ല. ഒരു പൊട്ടൻ അല്ലേ? കയ്യിലെ കാശും വിശ്വസിച്ച് കൂടെ നിന്നവരുടെ പണവും അധ്വാനവും സമയവും ഒക്കെ വേസ്റ്റാക്കാൻ നടക്കുന്ന, ഒരു ജീവിതകാലം മുഴുവൻ പണിയെടുത്തുണ്ടാക്കിയ സമ്പാദ്യം വേസ്റ്റാക്കാൻ നടക്കുന്ന മരം മണ്ടൻ. എനിക്ക് ഓർമ്മയുണ്ട്. 2 വർഷത്തോളം മുമ്പാണ് നമ്മൾ ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ NOC എടുക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ എൻ്റെ അടുത്തേക്ക് ആ പേപ്പറും കൊണ്ട് വന്ന ആള്, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആള് പറഞ്ഞത്, സാറേ ഇതിന് ജസ്റ്റ് ഫീസ് മാത്രം, അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ ടാങ്കുകൾക്ക്, ഫിൽറ്ററുകൾക്ക്, അതിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത പൈസ വലിയൊരു പൈസയാണ്. അത് കഴിഞ്ഞു, അത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ NOCക്ക് നമ്മൾ കൊടുക്കേണ്ട ഫീസ് ലക്ഷക്കണക്കിന് രൂപയാണ്, ജസ്റ്റ് ഗവൺമെൻറ് ഫീസ്. ഇത് വേണോ എന്ന് എന്നോട് ചോദിച്ചതാണ്. ഞാൻ സമ്മതിച്ചില്ല. എടുക്കണം, പൈസ കൊടുത്തിട്ട് എടുക്കണം. കെട്ടിയിട്ടടിക്കണം, കെട്ടിയിട്ട് തല്ലണം.
ഹോ. തേങ്ങ അരച്ച കറി മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. എൻ്റെ അമ്മ, എൻ്റെ ഭാര്യയുടെ അമ്മ ഇവരൊക്കെ വരുന്നു. അവര് നാട്ടിൽ 100 പണികളുള്ള ആൾക്കാരാണ്. നിർബന്ധിച്ച് കൊണ്ടുവന്ന് ട്രെയിൻ ചെയ്യിക്കുന്നു ഷെഫുമാരെ. തോരൻ വെക്കാൻ ക്യാബേജിന്റെ ക്യാബേജ് പോലുള്ള വില കുറഞ്ഞ സാധനങ്ങൾ വാങ്ങിക്കരുത്. ഏ പിന്നെ വാഴപ്പൂ ഉപയോഗിക്കണം, അത് മേടിക്കണം, ഇത് മേടിക്കണം. ഇന്നും വളരെ അപൂർവമായിട്ട് ക്യാബേജ് അങ്ക്രിമണാൾ ഉപയോഗിക്കുള്ളൂ. ഊഫ്. ഒരു തേങ്ങയ്ക്ക് 60 രൂപ ഉണ്ടായിരുന്ന കാലത്ത് എന്നോട് എത്രയോ പേര് ചോദിച്ചു ഈ ഇൻഡസ്ട്രീനെ കുറിച്ച് അറിയുന്നത്. താൻ എന്തിനാണ് ഈ എല്ലാ കറിയിലും തേങ്ങ അരക്കുന്നത്? അതിന്റെ ആവശ്യം എന്താ? സമ്മതിച്ചില്ല. സമ്മതിക്കൂല. സമ്മതിക്കൂലല്ലോ, പൊട്ടനാണല്ലോ, മണ്ടൻ. എനിക്കറിയില്ലായിരുന്നു ഇത് ഞാൻ ചെയ്യുന്ന തെറ്റിന്റെ വ്യാപ്തിയും വലുപ്പവും. ഒരു പിടിയും കിട്ടിയില്ല. ഒരു പിടിയും കിട്ടിയില്ല. എനിക്ക് ഓർമ്മയുണ്ട്, എണ്ണ മില്ലിന്ന് സോഴ്സ് ചെയ്യണമെന്ന് വാശി പിടിച്ചിട്ട് മാർക്കറ്റിൽ വെളിച്ചെണ്ണ എന്ന് എഴുതി കിട്ടുന്ന പാക്കറ്റുകളുടെ ഇരട്ടി കൂടുതൽ കൊടുത്തിട്ടൊക്കെ എണ്ണ മേടിക്കുക. ഏ എന്നോട് എത്രയോ പേര് പല പല സമയത്ത് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇത് വേണോ, ഇതിന്റെ ആവശ്യമുണ്ടോ? എന്തായിരുന്നു ആ സമയത്തൊക്കെ മറ്റേ ഒന്നര കൊല്ലം, 2 കൊല്ലം മുമ്പ് റെസ്റ്റോറൻറ്റ് പണി തുടങ്ങുമ്പോൾ അതൊരു സാധാരണ 4 ചുമരും കെട്ടി ഈ പറയുന്ന വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ ശ്രമിക്കാതെ അടുക്കള കംപ്ലീറ്റ്ലി വാള് കൊണ്ട് കെട്ടി മറിച്ച് എന്തെങ്കിലുമൊക്കെ സാധാരണ പോലെ നമ്മൾ സാധനങ്ങൾ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്ത് മാർക്കറ്റിൽ എന്താണോ വില വാങ്ങിക്കുന്നത് മറ്റേ ഈ ന്യായ വിലക്ക് കൊടുക്കണം എന്നുള്ള വാശിയൊന്നും ഇല്ലാതെ മാർക്കറ്റിൽ എന്താണോ വില വാങ്ങിക്കുന്നത് അതും വാങ്ങിച്ചിട്ട് അങ്ങ് കൊടുത്തിരുന്നെങ്കിൽ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഒരാൾക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഞാൻ ഒരു സാധാരണ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിരുന്നെങ്കിൽ ഒരാൾക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. എനിക്ക് ഉറപ്പാകും. കാരണം അത് പലരും പല വഴിക്ക് എനിക്ക് കാണിച്ചു തന്ന് ബോധ്യപ്പെടുത്തി. ശരിയത്. അവർ വളരെ 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 ശരിയാണ്. അവർ വളരെ ശരിയാണ്. ഇപ്പോൾ ഒരുപാട് പേര് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്, ഞാൻ പണ്ട് ഏതൊക്കെയോ റെസ്റ്റോറൻറ്റ് റിവ്യൂ ചെയ്തതുകൊണ്ടാണ് ഇവർ റിവ്യൂ ചെയ്യുന്നതെന്ന്. ഞാൻ ആ റിവ്യൂ ചെയ്ത കാലത്ത് ആർക്കും എന്നോട് ഒരു പ്രശ്നമില്ലായിരുന്നു. ഞാൻ റെസ്റ്റോറൻറ്റ് ഈ രീതിയിൽ ഇത്രയധികം കാശ് ചിലവാക്കി ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധം പിടിച്ച് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമല്ലേ ആൾക്കാർക്ക് എന്നോട് പ്രശ്നം. അല്ലേ? സീ, ഞാനൊരു ഞാനൊരു ഫുഡ് റിവ്യൂ ചെയ്യുന്ന ആളായതുകൊണ്ടോ, അല്ലെങ്കിൽ ഞാൻ പണ്ട് എന്തെങ്കിലും വീഡിയോസ് ചെയ്തിട്ടുള്ളത് കൊണ്ടോ, ഏതെങ്കിലും റെസ്റ്റോറൻറ്റിനെ ക്രിട്ടിസൈസ് ചെയ്തതുകൊണ്ടോ ആർക്കും എന്നോട് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്നുള്ള എനിക്ക് ഉറപ്പാണ്. കാരണം അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ അന്നല്ലേ അതിനെതിരെ പറയേണ്ടത്. ആ കാലത്ത് ആരും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. എല്ലാവരും അയാൾ ചെയ്യുന്നത് ശരിയാണെന്ന് പറഞ്ഞു നടക്കുകയായിരുന്നില്ലേ. റെസ്റ്റോറൻറ്റ് തുടങ്ങിയതിന് ശേഷമാണ് പ്രശ്നം തുടങ്ങിയത്. അതും അങ്ങനത്തെ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയതുകൊണ്ട്. ശരിയല്ലേ? കറക്റ്റല്ലേ? ഞാനെന്തൊരു മണ്ടനാ? ഞാനെന്തിനാ ഈ ചാവാൻ നടക്കുന്ന ഈ മറ്റേ ഓപ്പൺ കിച്ചൺ ഉണ്ടാക്കുക, മറ്റേ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, വേസ്റ്റ് മാനേജ്മെൻറ്റ്, മറ്റത് മറിച്ചത്, അതിനുവേണ്ടി കോടിക്കണക്കിന് രൂപ ചിലവാക്കുക.
എന്തിന്? പറ്റാവുന്നത്രയും മലയാളികളെ മാത്രമേ ജോലിക്ക് വെക്കുള്ളൂ എന്ന് വാശി പിടിക്കുക. എന്ത് കാര്യത്തിന്? അതിന്റെ പകുതി പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആരെയൊക്കെ പണിക്ക് കിട്ടും? സോഫ്റ്റ് ഡ്രിങ്ക്സ് വിക്കില്ല. അതായത് കൊക്കക്കോള അതുപോലുള്ള സാധനങ്ങൾ വിക്കില്ല. പറ്റാവുന്നത്രയും പുതിയ പഴം വാങ്ങിച്ചിട്ട് ഉള്ള ജ്യൂസ് കൊടുക്കുക. എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? മണ്ടനായതുകൊണ്ടല്ലേ? ഞാൻ ചെയ്യുന്നത് തെറ്റല്ലേ? അല്ല അല്ലേ? നിങ്ങൾ പറ. നിങ്ങൾ പറ. ഞാൻ ചെയ്യുന്ന തെറ്റിന്റെ ഭീകരത ഞാനിങ്ങനെ മനസ്സിലാക്കി വരികയാണ്. രാത്രിയൊക്കെ 2 മണി 3 മണിക്കുള്ള മാച്ചുകൾ ആർക്ക് വേണേലും വന്ന് കാണാം. അവിടെ AC വിട്ട്. എന്തിന്? എന്നിട്ട് അതിനെ പറ്റിയിട്ടൊക്കെ ആൾക്കാർ അവിടെ ഇവിടെയും പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടാണ്ടല്ലോ. ശ്ശെറ്റ്. ഞെട്ടിപ്പോവും. ഞാൻ തന്നെ ഒരു അധോലോകമായിട്ട് ഒരു ഭയങ്കര കുറ്റവാളിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള പോലത്തെ ഒരു അവസ്ഥയാണ്. സോ ഞാൻ ഇത്രയും വലിയ തെറ്റാണ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ചെയ്തു പോയി. എൻ്റെ ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യം ഇതിനു വേണ്ടി ഞാൻ മുടക്കി. ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ ചെയ്തു പോയി. അതുപോലെ എന്നെ വിശ്വസിച്ച് ഇതിൽ പണം മുടക്കിയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെന്നെ മാത്രം വിശ്വസിച്ച് ചെയ്തതാ. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഓരോ കാലത്തും ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന പോലെയാണ് ചെയ്യുന്നത്. അതൊന്നും അവർ ചോദ്യം ചെയ്തിട്ടില്ല. അവരൊറ്റ മനസ്സോടെ എൻ്റെ കൂടെ നിന്നു. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ അവരും ഒറ്റ മനസ്സോടെ അന്നും ഇന്നും എൻ്റെ കൂടെ നിൽക്കുന്നു. ഞാൻ ചെയ്തത് വല്ലാത്ത മണ്ടത്തരമാണ്. വല്ലാത്ത തെറ്റാണ്. പറ്റിപ്പോയി. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മൃണാളെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു റെസ്റ്റോറൻ്റ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് ഞാൻ വലിയ കാര്യമൊന്നുമല്ല. ഓക്കെ, ശരിക്കും ഒരു ചെറിയ സെറ്റപ്പിലൊന്നും തുടങ്ങി നോക്കണമായിരുന്നു. അല്ലാതെ ഇത്രയും വലിയ ഇൻവെസ്റ്റേഴ്സിനെയൊക്കെ പിടിച്ചതിലിട്ട് ഒരു വലിയൊരു ഹ്യൂജ് എന്താ മണിയൊക്കെ എടുത്തിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതൊന്നും ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് താങ്കൾ ഈ പറയുന്ന പോലെ ഒന്നും ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. ഓക്കെ, ഓപ്പൺ കിച്ചൺ കൊടുക്കുന്നു, അതുപോലെ തന്നെ എന്താ എല്ലാം ഇപ്പം ഗ്ലാസിന്റെ കാര്യം വരെ പറഞ്ഞു. ഗ്ലാസ്സിലെ കണ്ടെയ്നേഴ്സിലാണ് പാക്ക് ചെയ്ത് കൊടുക്കുന്നതെന്ന് വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇതൊക്കെ ശരിക്കും വരുന്ന കസ്റ്റമേഴ്സ് ശരിക്കും ലാഭമാണ് നോക്കുന്നത് മെയിനായിട്ട്. അല്ലാതെ അങ്ങ് ഭയങ്കര എല്ലാവരും ഈ പണക്കാരൊന്നും അല്ലല്ലോ. താങ്കൾ സാധാരണക്കാർക്കാന്ന് പറയുകയും ചെയ്യുന്നു. ഈ സാധാരണക്കാരെ കയ്യിൽ ഈ ഗ്ലാസിന്റെ കണ്ടെയ്നറിലുള്ള ഫുഡൊക്കെ മേടിച്ച് വീട്ടിൽ കൊണ്ടുപോകാനുള്ള പണമൊന്നും കാണത്തില്ല. മനസ്സിലായോ? പണമുള്ളവർ മാത്രം കയറി എന്നുള്ള രീതിയിൽ താങ്കൾ തുടങ്ങിയായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒന്ന് ക്ലിക്കായി പോയേനെ. ഇതിപ്പം എല്ലാവർക്കും വേണ്ടി എൻ്റെ സാധാരണക്കാർക്ക് വേണ്ടി 35 രൂപയ്ക്ക് ഊണ് അത് ഇത് താങ്കൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ശരിക്കും. ഞാനൊരു ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. താങ്കൾക്ക് ലാഭം ഒരു ചാരിറ്റിയുടെ പുറത്താണോ താങ്കൾ ഈ റെസ്റ്റോറൻറ്റ് തുടങ്ങിയത്? അല്ലല്ലോ. താങ്കൾ നല്ല രീതിയിൽ മണി ഇൻവെസ്റ്റ് ചെയ്തു, കുറച്ച് ആൾക്കാരെയും കൂടെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ നല്ലൊരു ലാഭമൊക്കെ പ്രതീക്ഷിച്ച് വലിയൊരു സെറ്റപ്പിൽ തുടങ്ങണം, വലിയൊരു സെറ്റപ്പിൽ ഉണ്ടാക്കണം എന്നുള്ള ചിന്തയിലായിരിക്കും തുടങ്ങിയത്. ഓക്കെ, അല്ലാതെ നാട്ടുകാരെ നന്നാക്കണം എന്നുള്ള ചിന്തയിലൊന്നും തുടങ്ങിയത്. അതുകൊണ്ട് കൂടുതൽ അങ്ങ് വെളുപ്പിക്കുകയൊന്നും വേണ്ട. മനസ്സിലായോ? കൂടുതൽ അങ്ങ് ഭംഗി ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. താങ്കളുടെ ഈ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം. തന്നെത്താനിരുന്ന് പൊട്ടം കളിക്കുകയാണ്. അതായത് മറ്റുള്ളവരെ ശരിക്കും പറഞ്ഞാൽ പറ്റിക്കുകയാണ്. താനൊരു പൊട്ടനാണെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ പറ്റിക്കുകയാണ്. തനിക്കറിയാം താൻ പൊട്ടനൊന്നും അല്ലെന്ന്. മനസ്സിലായോ? നമ്മളും ഈ അരിയാഹാരമൊക്കെ കഴിക്കുന്ന വ്യക്തികളൊക്കെ തന്നെ. അതൊന്ന് ചിന്തിച്ചാൽ എൻ്റെ മൃണാൾ സാറിന് നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഹംഗ്രി മൃണാൾ മേ ബി ചിലപ്പോൾ കൂട്ടാനുള്ള സാധ്യത കൂട്ടാതിരിക്കട്ടെ. കാരണം ഒരു ബിസിനസ്സൊക്കെ തുടങ്ങുമ്പോൾ നമുക്കറിയാം എന്തോരം കഷ്ടപ്പാടാണ് അതിൻ്റെ പിന്നിലുള്ളതെന്ന്. കാരണം അത്രയും പൈസയും കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പുള്ളി തന്നെ പറയുന്നുണ്ട്. കൂട്ടാതിരിക്കട്ടെ. നല്ല രീതിയിൽ തന്നെ ആളുകളെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.
ഇടയ്ക്ക് വെച്ചിട്ടൊക്കെ കുറേ വീഡിയോസൊക്കെ കണ്ടിരുന്നു. ശരിക്കും പറഞ്ഞാൽ സർവീസ് അടക്കം ഭയങ്കര മോശമാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊക്കെ ഈ സത്യമാണെന്ന് അറിയില്ല. കുറേ യൂട്യൂബേഴ്സൊക്കെ പോയി വീഡിയോ എടുത്തിരുന്നുണ്ടായിരുന്നു. ഫുഡ് മോശം, ബിരിയാണി മോശം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഹംഗ്രി മൃണാളിനെ പറ്റി, ഓക്കെ, മൃണാൾ സാറിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഈ വീഡിയോയിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജസ്റ്റ് എന്നെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ സുഹൃത്തുക്കളെ. ഫോളോ ചെയ്യണം. യൂട്യൂബിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.